ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ടെൻസിനെ പറ്റി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞു, ടെൻസസ് ആർ ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻറ്റു 3. പ്രസന്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്. ഇനി പ്രസന്റ് ടെൻസിന് വീണ്ടും 4 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ പ്രസന്റ് ടെൻസ്, സെക്കൻഡ് വൺ ഈസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, present perfect tense is the third one, and the last one is present perfect continuous tense. അതിൽ present perfect continuous tense ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഇത് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ സിമ്പിൾ പ്രസന്റ് ടെൻസും പ്രസന്റ് കണ്ടിന്യൂസും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെയും സെഷൻസ് ഒന്ന് നോക്കിയിട്ട് വരുവാണെങ്കിൽ അത് പഠിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ മനസ്സിലാവുകയൊക്കെ ചെയ്യും, മനസ്സിലാവുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കിക്കേ, നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു സെന്റൻസ് ഉണ്ടാക്കണമെങ്കിൽ ആ സെന്റൻസിന്റെ പാറ്റേൺ, എല്ലാ ടെൻസിലും സെന്റൻസ് ഉണ്ടാക്കണമെങ്കിൽ സെന്റൻസ് പാറ്റേൺ ബേസിക്കലി സബ്ജക്ട് വേർബ് ഒബ്ജക്റ്റ് എന്ന് നമുക്ക് പറയാം. പല രീതിയിൽ സെന്റൻസ് ഉണ്ടാക്കാം. അതിൽ ഈസിയസ്റ്റ് വേ ആണ് സബ്ജക്ട് വേർബ് ഒബ്ജക്റ്റ് എന്ന പാറ്റേൺ വെച്ച് ഉണ്ടാക്കുന്നത്. ഇതില് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സബ്ജക്റ്റും ഒബ്ജക്റ്റും എന്ന് പറയുന്നത് നൗൺസ് ആണ്. ഒരു സെന്റൻസിന്റെ ആദ്യം വരുന്ന നൗൺസിനെ അല്ലെങ്കിൽ നെയിംസിനെ അതിന്റെ സബ്ജക്റ്റ് എന്ന് പറയും. ലാസ്റ്റ് വരുവാണെങ്കിൽ ആ നെയിംസിനെ നമ്മൾ എന്ത് പറയും? ഒബ്ജക്റ്റ് എന്നും പറയും. പിന്നെ വേർബിന്റെ ഫോമിനാണ് എപ്പോഴും ചേഞ്ച് വരുന്നത്. ഓരോ ടെൻസും മാറി വരുമ്പോൾ വേർബിന്റെ ഫോമിന് മാത്രം ചേഞ്ച് ഉണ്ടാവും. ഈ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒക്കെ സെയിം ആവാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 3 കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. ഒരു സെന്റൻസ് ഉണ്ടാക്കണമെങ്കിൽ സബ്ജക്റ്റും വേർബും ഒബ്ജക്റ്റും വേണം. എന്നിട്ട് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു സെന്റൻസ് ഉണ്ടാക്കണമെങ്കിൽ ആ വേർബിന്റെ ഫോമിന് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അതെന്താണ്? ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ing. ഓക്കെ, ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ing. ഇതിൽ ഈ കണ്ടിന്യൂസ് ഏത് ടെൻസിന്റെ കൂടെ കണ്ടാലും അപ്പൊ നമുക്ക് ഓർക്കണം, പെട്ടെന്ന് ഇങ്ങനെ ഓർക്കണം, ആ വേർബിന്റെ കൂടെ ing എന്തായാലും ഉണ്ടാവും. അതിൽ എന്തുണ്ടാവും? ing എന്തായാലും ഉണ്ടാവും. അപ്പൊ ഇവിടെ നോക്കിക്കേ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പാറ്റേണിലും ഫോം ഓഫ് ദ വേർബ് കണ്ടോ, ing ഉണ്ട്. ഓക്കെ, ഇനി നോക്കിക്കേ, ജെയിൻ ടീച്ച് ഇംഗ്ലീഷ്. നമുക്കൊരു സബ്ജക്റ്റ് കിട്ടിയിട്ടുണ്ട്, ഒരു വേർബ് കിട്ടിയിട്ടുണ്ട്, ഒബ്ജക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സബ്ജക്റ്റ് സെയിം ആണ്, അതിന്റെ ഫോമിന് ഒരു ചേഞ്ചും വരുന്നില്ല. ഇനി ചേഞ്ച് വരുന്നത് എവിടെയാണ്? വേർബിനാണ്. വേർബ് ഏത് ഫോമിൽ? ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന വേർബ് എന്ന് പറയുന്നത് ടീച്ച് ആണ്. അതിനെ നമുക്ക് പ്രത്യേക ഒരു ഫോമിലോട്ട് ആക്കണം. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ing എന്നുള്ള ഫോമിലോട്ട് ആക്കണം. അപ്പൊ ഈ ഹാസ് ഓർ ഹാവ് രണ്ടും കൂടെ ഒന്നിച്ചു വരത്തില്ല, ഏതെങ്കിലും ഒരെണ്ണേ വരുള്ളൂ. ജെയിൻ എന്ന് പറയുന്ന ഒരാളാണ്. ഒരാളിന്റെ കൂടെ, അതായത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബേ വരത്തുള്ളൂ. അപ്പൊ ജെയിനിന്റെ കൂടെ ഹാസ് വരോ ഹാവ് വരോ? ഹാസേ വരത്തുള്ളൂ, ഹാസേ വരത്തുള്ളൂ. പിന്നെ ബാക്കി അവിടെ ഉള്ളത് ബീൻ. ഓക്കെ, ബീന് നമ്മൾ ആഡ് ചെയ്തു. ഇനി ടീച്ച് ആണെങ്കിലോ ടീച്ചിങ് എന്ന് വേണം. വേർബിന്റെ കൂടെ എന്ത് വേണം? ing വേണം. എന്തുകൊണ്ടാണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ദാറ്റ്സ് വൈ. ഓക്കെ, അപ്പൊ ജെയിൻ ഹാസ് ബീൻ ടീച്ചിങ്, നമുക്ക് വേർബ് കിട്ടി. ഇനി അടുത്ത ഒബ്ജക്റ്റും കൂടെ ആഡ് ചെയ്യാം, ഇംഗ്ലീഷ്. അപ്പൊ നമ്മുടെ ആൻസർ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ സെന്റൻസ് എങ്ങനെയാണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ സെന്റൻസ് ജെയിൻ ഹാസ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കിയാലോ. നമ്മുടെ സെന്റൻസിന്റെ പാറ്റേൺ എന്ന് പറയുന്ന സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് തന്നെയാണ്. ഫോം ഓഫ് വേർബ് എന്താണ്? ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ing. ഇനി നോക്കിക്കേ, സ്റ്റുഡൻസ് ലേൺ ഇംഗ്ലീഷ്. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? സ്റ്റുഡൻസ് നമ്മൾ ആദ്യം എടുത്ത് എഴുതുക. അതിന് മാച്ചിങ് ആയിട്ടുള്ളത് ഹാസ് ആണോ ഹാവ് ആണോ? സ്റ്റുഡൻസ് ആകുമ്പോ പ്ലൂറൽ ആണ്, അപ്പൊ പ്ലൂറൽ വേർബ് വേണം. അപ്പൊ ഏതാ വേണ്ടേ? ഹാവ് ആണ് വേണ്ടത്. ഓക്കെ, ഹാവ്. പിന്നെ നമുക്ക് ബീൻ വേണം. ഓക്കെ, പിന്നെ വേർബിന്റെ കൂടെ ing വേണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഹാവ് ആഡ് ചെയ്തു നമ്മള്,
അത് കഴിഞ്ഞ് ബീൻ ആഡ് ചെയ്തു, അത് കഴിഞ്ഞ് വെർബിന്റെ ing കൂടെ ചേർത്ത് ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാം? സ്റ്റുഡൻസ് ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ്. Once more, students have been learning English once. English. Okay. അത് നമുക്ക് present perfect continuous tense-ൽ കിട്ടിയ ഒരു sentence ആണ്. Okay. ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഒരു എക്സാമ്പിളും കൂടെ കാണിക്കാം. നോക്കിക്കേ. I play cricket. 3 വാക്കുകളും കിട്ടി, ഒരു സബ്ജക്റ്റ് കിട്ടി, verb കിട്ടി, object കിട്ടി. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് സബ്ജക്റ്റ് എടുത്ത് എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഫോം ഓഫ് വെർബ് ഓർക്കുക. ഹാസും ഹാവും വേണം. അതിന്റെ കൂടെ ഹാസ് വരോ ഹാവ് വരോ? ഹാവ് വരൂ. ബിക്കോസ് ഞാൻ നേരത്തെ വീഡിയോസിൽ എഴുതിയിട്ടുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഐ, യു, വി ഇത് മൂന്നും പ്ലൂറൽ ആയിട്ടാണ്, പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ കൂടെ പ്ലൂറൽ വെർബേ വരത്തുള്ളൂ. ഓക്കെ. ഐ ഹാവ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബീൻ വേണം. ബീൻ കഴിഞ്ഞാൽ വെർബിന്റെ ing ഫോം വേണം. ഇപ്പൊ ഐ ഹാവ് ബീൻ പ്ലേയിങ് ആയി. പിന്നെ നമുക്ക് എന്ത് വേണം? ക്രിക്കറ്റ് വേണം. ഇപ്പൊ നോക്കിക്കേ, തന്നിട്ടുള്ള വെർബിന്റെ ഫോം ഐയും ക്രിക്കറ്റും സെയിം. പ്ലേ എന്തായി? ഹാവ് ബീൻ പ്ലേയിങ് ആയി. അപ്പൊ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലെ ഒരു സെന്റൻസും കിട്ടി. ഓക്കെ. Now try to make sentences in present perfect continuous tense using the given subject, verb and object. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. എന്നിട്ട് കമന്റ് ബോക്സിൽ നിങ്ങളുടെ ആൻസേഴ്സ് ഒന്ന് അപ്ലോഡ് ചെയ്തേ. നിങ്ങൾക്ക് ആൻസേഴ്സ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ we draw pictures. We have been drawing pictures. കിട്ടിയ ആൻസർ? You write letters. You have been writing letters. They drive very well. They have been driving very well. Karuna sing a song. Karuna has been singing a song. The last one. Dan practiced caroms. Dan has been practiced caroms. Hope you understood. Thank you.